السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه أجمعين. അമ്മ ബഅദ്. സഹോദരങ്ങളെ, സൂറത്തു അൽ ബഖറയുടെ തഫ്സീറിൽ 20 ആയത്തുകളുടെ വിശദീകരണമാണ് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയത്. ശേഷമുള്ള ആയത്തുകൾ ശ്രദ്ധിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുന്നു: യാ അയ്യുഹന്നാസു അബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഉഅ്ബുദു, നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, നിങ്ങൾ ആരാധിക്കുക, റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ, നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളെ നിയന്ത്രിക്കുന്ന, നിങ്ങളുടെ ഉടമസ്ഥനായ റബ്ബിനെ, അവനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, അവനെ ആരാധിക്കുക. അല്ലദീ ഖലഖക്കും, അല്ലദീ ഏതൊരുവനാണോ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചത് ആ റബ്ബിനെ. വല്ലദീന മിൻ ഖബ്ലിക്കും, വല്ലദീന നിങ്ങളെ മാത്രമല്ല മറിച്ച് ഒരു കൂട്ടരെ, മിൻ ഖബ്ലിക്കും നിങ്ങൾക്ക് മുമ്പുള്ള കൂട്ടരാരോ, അഥവാ നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവരാകാൻ വേണ്ടി, തഖ്വ ഉള്ളവരാകാൻ വേണ്ടി. നോക്കൂ, നമ്മൾ മുസ്ഹഫ് എടുത്ത് തുറന്നാൽ ആദ്യത്തെ വിളി, മനുഷ്യരെ എന്ന വിളി ഈ ആയത്തിലാണ്. യാ അയ്യുഹന്നാസ്. മുസ്ഹഫ് തുറന്നാൽ ആദ്യത്തെ അമർ, ആദ്യത്തെ കൽപ്പന ഉഅ്ബുദു, അത് അമറാണ്, കൽപ്പനയാണ്. ഖുർആനിൽ അമ്രും നഹിയും കൽപ്പനയും വിലക്കും ധാരാളമുണ്ട്. എന്നാൽ മുസ്ഹഫ് നമ്മൾ തുറന്നാൽ ആദ്യം കാണുന്ന അമർ ഈ അമറാണ്, ഈ കൽപ്പനയാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടതിൻ്റെ, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നതിൻ്റെ പ്രാധാന്യമാണത്. മുസ്ഹഫ് തുറന്നാൽ ആദ്യം നമ്മൾ കാണുന്ന മനുഷ്യരെ എന്ന വിളി ഇവിടെയാണ്. ആദ്യത്തെ കൽപ്പന ഇതാണ്. അള്ളാഹു അതിനാണ് മനുഷ്യരെ മുഴുവൻ, ജിന്നുകളെയും മനുഷ്യരെയും റബ്ബ് പടച്ചത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല ഇല്ലാ ലിയഅ്ബുദൂൻ, എന്തിനു വേണ്ടിയല്ലാതെ, എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി, എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അള്ളാഹു നമ്മെ പടച്ചതിൻ്റെ ലക്ഷ്യം അതാണ്. അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഹക്ക്, അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അവകാശം, മനുഷ്യർക്ക് റബ്ബിനോടുള്ള ഏറ്റവും വലിയ ബാധ്യത അവനെ ഇബാദത്ത് ചെയ്യുക എന്നതാണ്. അതിനുവേണ്ടിയാണ് അവൻ അവൻ്റെ കിതാബുകൾ മുഴുവൻ അവതരിപ്പിച്ചത്, ഇത് പറയാൻ. അവൻ്റെ റസൂലുകളെ മുഴുവൻ നിയോഗിച്ചത്, ഇത് പറയാൻ. സ്വർഗവും നരകവും വേർതിരിയുന്നത് ഇതിൻ്റെ പേരിലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ പേരിൽ. അള്ളാഹു അല്ലാതെ ഇബാദത്തുകൾക്ക് അർഹനായി മറ്റാരുമില്ല. ഈ കാര്യത്തിൻ്റെ പേരിലാണ് സ്വർഗവാസികളും നരകവാസികളും വേർതിരിയുന്നത്. ഇതാണ് മനുഷ്യൻ്റെ ആദ്യത്തെ ബാധ്യത, ഏറ്റവും വലിയ അവൻ്റെ ബാധ്യത ഇതാണ്. ഇത് കഴിഞ്ഞേ ബാക്കി ഏത് കാര്യവും വരികയുള്ളൂ. ഇത് ശരിയാകാതെ മറ്റൊരു അമലും അള്ളാഹു സ്വീകരിക്കുകയില്ല. വലഖദ് ഊഹിയ ഇലൈക വഇല അല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. വലഖദ് ഊഹിയ ഇലൈക, നബിയെ, താങ്കൾക്ക് വഹ്യായി നൽകപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവിൻ്റെ സന്ദേശമായി കിട്ടിയിരിക്കുന്നു. വഇലല്ലദീന മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പുള്ള നബിമാർക്കും. എന്താണ്? ലഇൻ അശ്റക്ത, താങ്കളെങ്ങാനും അള്ളാഹുൽ പങ്കുചേർത്താൽ, ശിർക്ക് ചെയ്താൽ, ലയഹ്ബതന്ന അമലുക, താങ്കളുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ തകർന്നു പോകും, പൊളിഞ്ഞു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ അകപ്പെട്ടു പോകും. ഒരു അമലും
ബാക്കിയാവുകയില്ല ഷിർക്കിൻ്റെ കൂടെ. സകല അമലുകളെയും ഷിർക്ക് തകർത്ത് തരിപ്പണമാക്കി കളയും. ഒരു അമലും ഷിർക്കിൻ്റെ കൂടെ നിലനിൽക്കുകയില്ല. എല്ലാ പ്രവർത്തനങ്ങളെയും അത് നശിപ്പിച്ച് കളയും. അള്ളാഹു അതല്ലാത്ത ഏത് തിന്മയും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. പക്ഷേ ഷിർക്ക് ഒരിക്കലും അള്ളാഹു അതിലായി മരിച്ചവർക്ക് പൊറുക്കുകയില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹു അവനിൽ പങ്കുചേർക്കപ്പെടുക എന്നത് പൊറുക്കുകയില്ല. അതല്ലാത്തത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും. സൂറത്തു അൻ-നിസായിൽ 2 തവണ അള്ളാഹു ഈ കാര്യം പറഞ്ഞിരിക്കുന്നു. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഈസ അലൈഹിസ്സലാം ജനങ്ങളോട് പറഞ്ഞതായി അള്ളാഹു ഖുർആനിൽ ഓർമ്മപ്പെടുത്തി. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു അന്നാർ വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. ആരാണോ അള്ളാഹുവിൽ പങ്കുചേർത്തത് അവന് സ്വർഗം ഹറാമാണ്. സ്വർഗം അവന് ഹറാമാണ്, അവന് സ്വർഗമില്ല. വമഅവാഹു അന്നാർ, അവൻ്റെ സങ്കേതം നരകമാണ്. വമാ ലിദ്ദാലിമീന മിൻ അൻസാർ, ആക്രമികൾക്ക് ഒരു സഹായം ഉണ്ടാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത യുശ്രികു ബില്ലാഹി ഷൈഅൻ ദഖല അന്നാർ വമൻ മാത ലാ യുശ്രികു ബില്ലാഹി ഷൈഅൻ ദഖലൽ ജന്ന. ആരാണോ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവനായി മരിച്ചത് അവൻ നരകത്തിനാണ്. ആരാണോ അള്ളാഹുവിൽ പങ്കുചേർക്കാത്തവനായി മരിച്ചത് അവൻ സ്വർഗത്തിനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരേ വാഹനപ്പുറത്ത് സഞ്ചരിക്കവേ മുആദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, യാ മുആദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുആദ് പറഞ്ഞു, ലബ്ബൈക വസഅദൈക. അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു. എന്താണ്? 3 തവണ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധ ക്ഷണിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അത്തദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ് വഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്. മുആദ്, അള്ളാഹുവിനോട് പടപ്പുകൾക്കുള്ള ബാധ്യത എന്താണെന്ന് നിനക്കറിയുമോ? പടപ്പുകളോട് അള്ളാഹു ബാധ്യതയായി ഏറ്റത് എന്താണെന്ന് നിനക്കറിയുമോ? മുആദ് പറഞ്ഞു, അള്ളാഹുവിനോ അവൻ്റെ റസൂലിനാണ് അറിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ് അൻ യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ഷൈഅ. അള്ളാഹുവിനോടുള്ള പടപ്പുകളുടെ ബാധ്യത, അള്ളാഹുവിന് പടപ്പുകൾക്ക് മേലുള്ള അവകാശം, അൻ യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ഷൈഅ. അവർ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, വലാ യുശ്രികൂ ബിഹി ഷൈഅ, അവനിൽ യാതൊന്നിനെയും അവർ പങ്കുചേർക്കാതിരിക്കുക എന്നതാണ്. വഹഖുൽ ഇബാദി അലല്ലാഹ് അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രികു ബിഹി ഷൈഅ. അള്ളാഹു പടപ്പുകളോട് ബാധ്യതയായി ഏറ്റ കാര്യമാണ്. പടപ്പുകളോട് അള്ളാഹു ബാധ്യതയായി ഏറ്റിരിക്കുന്നു. അവൻ അവൻ്റെ ഫദ്ലിനാൽ, അവൻ്റെ ഔദാര്യത്താൽ സ്വയം ഏറ്റെടുത്തതാണ് അവൻ്റെ ഹക്ക് എന്ന് പറഞ്ഞാൽ, അവൻ്റെ ബാധ്യത എന്നാൽ. അവനെ ആരും നിർബന്ധിച്ചേൽപ്പിച്ചതല്ല. അവൻ്റെ ഔദാര്യത്താൽ അവൻ ബാധ്യതയായി ഏറ്റിരിക്കുന്നു. എന്ത്? അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രികു ബിഹി ഷൈഅ. അവനിൽ പങ്കുചേർക്കാതെ ജീവിച്ചു മരിച്ചവർക്ക് ശിക്ഷയിൽ നിന്ന് മോചനമുണ്ട്. അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല എന്നത് അവൻ ബാധ്യതയായി ഏറ്റിരിക്കുന്നു. ശിക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ശാശ്വത ശിക്ഷ അവർക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല. നരകത്തിൽ മുവഹിദുകൾ ശാശ്വതരാവുക എന്നത് അസംഭവ്യമാണ്. മുവഹിദുകളുടെ അന്തിമ സങ്കേതം സ്വർഗമാണ്. തൗഹീദിലായി മരിച്ചോ അവൻ്റെ അന്ത്യം സ്വർഗമാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മെ സ്വർഗത്തിൽ തൗഹീദിലായി നമ്മെ മരിപ്പിക്കുകയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, യബ്ന ആദം, ആദമിൻ്റെ പുത്ര, മനുഷ്യ, ലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖതായ ثم ലഖീതനി ലാ തുശ്രികു ബി ഷൈഅ അതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ. മനുഷ്യ, നീ ഭൂമിയോളം തിന്മകളുമായി വരികയും എന്നിട്ട് നീ എന്നിൽ പങ്കുചേർക്കാത്തവനായി നീ എന്നെ കണ്ടുമുട്ടുകയും ചെയ്താൽ, അതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ, ഭൂമിയോളം പാപമോചനവുമായി ഞാൻ നിന്നിലേക്ക് വരുന്നതാണ്. തൗഹീദിൻ്റെ വിലയാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ വലിപ്പമാണത്. ഇതുകൊണ്ടാണ് നോക്കൂ, സകല നബിമാരും ആദ്യം ഇക്കാര്യം ജനങ്ങളോട് പറഞ്ഞത്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. നബിയെ, താങ്കൾക്ക് മുമ്പ് ഏതേത് റസൂലിനെ നാം നിയോഗിച്ചിട്ടുണ്ടോ ആ റസൂലുകളെല്ലാം ജനങ്ങളോട് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ, അള്ളാഹു പറയാൻ, ഞാനല്ലാതെ ആരാധനക്ക് അർഹനില്ല, അതുകൊണ്ട് ഫഅബ്ദൂൻ, എന്നെ ആരാധിക്കുക എന്നാണ് ജനങ്ങളോട് എല്ലാ നബിമാരും പറഞ്ഞത്. നിങ്ങൾ ഖുർആനിൽ നോക്കൂ,
അള്ളാഹുവിൻ്റെ പഴയകാല നബിമാർ ജനങ്ങളോട് പറഞ്ഞത് യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, എൻ്റെ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അവനല്ലാതെ നിങ്ങൾക്ക് ഒരു ഇലാഹില്ല. ഇതാണ് മുഴുവൻ നബിമാരും ജനങ്ങളോട് ആദ്യം പറഞ്ഞത്. മറ്റെന്തെല്ലാം തിന്മകൾ അവരിൽ ഉണ്ടായിട്ടും നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുമ്പോൾ ആ ഉമ്മത്തിൽ ഇല്ലാത്ത തിന്മ ഏതാണ്, അവരിൽ ഇല്ലാത്ത മ്ലേച്ഛതയും വൃത്തികേടും ഏതാണ്? പക്ഷേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ആദ്യം പറഞ്ഞത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉക്കാദിൽ, അതുപോലുള്ള ആളുകൾ കൂടുന്ന ചന്തകളിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് എന്താണ്? യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ, തുഫ്ലിഹു, നിങ്ങൾക്ക് വിജയിക്കാം. മുആദിനെ യമനിലേക്ക് പറഞ്ഞേക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്, വേദക്കാരായ അഹ്ലുൽ കിതാബിൽപ്പെട്ട ജനങ്ങളുടെ അരികിലേക്കാണ് മുആദ് താങ്കൾ പോകുന്നത്. ഫലിയകുൻ അവ്വല മാ തദ്ഊഹും ഇലൈഹി ഇലാ അൻ യുവഹിദുല്ലാഹ്, താങ്കൾ അവരെ അവിടെ ചെന്ന് ക്ഷണിക്കേണ്ട ആദ്യത്തെ കാര്യം ഇലാ അൻ യുവഹിദുല്ലാഹ്, തൗഹീദിലേക്കാണ്. ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രമാക്കുക എന്നതിലേക്കാണ് ക്ഷണിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ നബിമാരുടെ മുഴുവൻ ദഅവ, ആ നബിമാരുടെ മാർഗത്തിൽ സഞ്ചരിച്ചവരുടെ മുഴുവൻ ദഅവ, ഒന്നാമത്തെ ദഅവത്ത് ഇതാണ്, തൗഹീദാണ്. അതിൻ്റെ പ്രാധാന്യം പോലെ മറ്റൊരു കാര്യത്തിനും പ്രാധാന്യം, അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമില്ല. അതിൽ പാളിച്ച പറ്റിയാൽ പിന്നെ ഒന്നും ശരിയാവുകയില്ല, ഒന്നും ശരിയാവുക. ബാക്കിയൊക്കെ നമുക്ക് പരിഹരിക്കാം, പരിഹാരമുണ്ട്. ഇത് പരിഹരിച്ചാൽ, ഇത് പരിഹരിക്കാത്ത ഒരു ഖൗമിനോട് പോയിട്ട് മറ്റൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരോട് പോയി നിസ്കരിക്കാൻ പറഞ്ഞിട്ട് എന്ത് കാര്യം? അവൻ മരിക്കുന്നത് ഒരു സുജൂദിൽ കിടന്നാലും അവൻ്റെ അമൽ ബാത്തിലാണ്, അള്ളാഹുൽ പങ്കുചേർത്താൽ. നീ അവനോട് മറ്റുള്ള കാര്യങ്ങൾ, നീ അവനോട് സൽസ്വഭാവം സ്വീകരിക്കാൻ പറഞ്ഞിട്ട് എന്ത് കാര്യം? അവൻ ലോകത്ത് സകല മനുഷ്യരോടും ഏറ്റവും നല്ല സ്വഭാവത്തിൽ പെരുമാറിയാലും അവൻ്റെ സങ്കേതം നരകമാണ്, അള്ളാഹുൽ പങ്കുചേർത്താൽ. ഇതാണ് ആദ്യം ശരിയാക്കേണ്ടത്. ഇത് ശരിയായാലേ ബാക്കി ശരിയാവുള്ളൂ, ഇത് ശരിയായാലേ ബാക്കിയുള്ളത് ശരിയാവുകയുള്ളൂ. ഇതില്ല എങ്കിൽ നോക്കൂ, അവൻ്റെ ബാക്കി സകല അമലും നിഷ്ഫലമാണ്, എല്ലാം പൊളിഞ്ഞു പോയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. എന്നാൽ തൗഹീദിൽ ഒരാൾ പ്രവേശിച്ചാൽ അതാ ഏറ്റവും വലിയ നന്മയിൽ അവൻ കാലെടുത്തു വച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് അവൻ ഉറപ്പായിരിക്കുന്നു. ആ തൗഹീദിന് മാറ്റു കൂടും. അവൻ അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ പാലിക്കുന്നതോടെ, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ഒഴിവാക്കുന്നതോടെ, അപ്പോഴാണ് അവൻ്റെ തൗഹീദ് പൂർത്തീകരിക്കപ്പെടുക. അതല്ല എങ്കിൽ അതിനനുസരിച്ച് അവൻ്റെ ഈമാനിൽ കുറവുണ്ടാകും. അള്ളാഹുവിൻ്റെ ശിക്ഷക്ക്, ആ ശിക്ഷയുടെ മുന്നറിയിപ്പ് കിട്ടിയവനായി തീരും അവൻ. തൗഹീദ് നമ്മൾ പറയുന്നത് ഒരിക്കലും തിന്മകളെ, മറ്റുള്ള തിന്മകളെ വിശാരവൽക്കരിക്കാനല്ല, പക്ഷെ ശിർക്കിൻ്റെ അപകടം പറയാനാണ്. മുവഹിദുകൾ അവർ നന്മയുടെ ആളുകളാണ്. യഥാർത്ഥ മുവഹിദുകൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാണ്. അവരുടെ തൗഹീദിൻ്റെ താല്പര്യം അതാണ്. അതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു മനുഷ്യരെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക, നിങ്ങൾ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ആ പദം രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. ഒന്ന് തഅബ്ബുദ്, അഥവാ ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ അടിമയായിരിക്കുക, അള്ളാഹുവിനെ അനുസരിക്കുക, അതിന് ഇബാദത്ത് എന്ന് പറയും. അതുപോലെ അവൻ ഏത് കാര്യങ്ങൾ ചെയ്തിട്ടാണോ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് അതിനും ഇബാദത്ത് എന്ന് പറയും. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഇബാദത്തിൻ്റെ നിർവചനമായി പറഞ്ഞത് കുല്ലു മാ യുഹിബ്ബുഹു അല്ലാഹു വയർദാഹ് മിനൽ അഖ്വാലി വൽ അഅ്മാലി അദ്ദാഹിറത്തി വൽ ബാത്തിന, അള്ളാഹു ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന എല്ലാ വാക്കുകളും ബാഹ്യവും ആന്തരികവുമായ പ്രവർത്തനങ്ങളും, പുറമേക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങളും ഉള്ളിലുള്ള ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളും. അതെന്താണ്? അത് അള്ളാഹുലേക്ക് അടുക്കാൻ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ്. അതിന് ഇബാദത്ത് എന്ന് പറയും. അതുപോലെ ഒരാൾ അള്ളാഹുവിനെ അനുസരിച്ച് റബ്ബിൻ്റെ യഥാർത്ഥ അടിമയായി ജീവിക്കുക, അതിന് ഇബാദത്ത് എന്ന് പറയും. റബ്ബിനെ ഇബാദത്ത് ചെയ്യുക എന്നാണ് അള്ളാഹു പറഞ്ഞത്. നിങ്ങളുടെ റബ്ബിനെ സൃഷ്ടിച്ചവനാണ് ആ റബ്ബ് എന്ന് പറയുകയും ചെയ്തു. റബ്ബ് എന്ന് പറഞ്ഞാൽ അതിൽ അള്ളാഹു ഖാലിഖാണ് എന്നത് വന്നു, സൃഷ്ടാവാണ് എന്നത് വന്നു, അവൻ നിയന്ത്രിക്കുന്നവനാണ് എന്ന് വന്നു, അവനാണ് ഉടമസ്ഥൻ എന്നതും വന്നിരിക്കുന്നു. പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നവനാണ് റബ്ബ്. തർബിയത്ത് എന്ന വാക്യങ്ങൾ കേട്ടിട്ടില്ലേ?
വളർത്തിക്കൊണ്ടുവരിക. അള്ളാഹു പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നവനാണ്. അവൻ സകല പടപ്പുകളുടെയും യഥാർത്ഥ റബ്ബാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ നബിമാരുടെ ദുആ നിങ്ങൾ നോക്കൂ, ധാരാളമായി ഖുർആനിൽ റബ്ബി എന്ന് അവർ വിളിച്ചത് കാണാം. റബ്ബി, റബ്ബന എന്നവർ ധാരാളമായി അള്ളാഹുവിനെ വിളിച്ചത് കാണാം. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അവൻ്റെ കാവലും അവൻ്റെ സംരക്ഷണവും അതുപോലെ അവൻ്റെ സുരക്ഷയും കരുതലുമെല്ലാം ഉൾക്കൊള്ളുന്ന വാക്കാണ് റബ്ബ് എന്ന അള്ളാഹുവിൻ്റെ മഹത്തരമായ പേര്. അവനാണ് നിങ്ങളെ പടച്ചത്, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും പടച്ചത് എന്ന് അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞു. അതിലൂടെ മനസ്സിലാക്കാം ഖാലിഖാരാണോ അവൻ മാത്രമാണ് ഇബാദത്തുകൾക്ക് അർഹൻ. ഖാലിഖ് ആരാണോ, ഖാലിഖ് ആരാണോ അവൻ മാത്രമാണ് ഇബാദത്തുകൾക്ക് അർഹൻ. മഖ്ലൂഖ് ഇബാദത്തിന് അർഹനാവുകയില്ല. ഒരു മഖ്ലൂഖ് ഒരിക്കലും ഇബാദത്തിന് അർഹനാവുകയില്ല. ഒരു മഖ്ലൂഖിനെ ഇബാദത്ത് ചെയ്തുകൂടാ. ഖാലിഖ് മാത്രമാണ് ഇബാദത്തുകൾക്ക് അർഹൻ. എങ്ങനെയാണ് ഇന്നലെ വരെ ഇല്ലാതിരുന്നവർ ഇബാദത്തിന് അർഹനാവുക? അവരൊന്നും പടച്ചിട്ടില്ല. ജീവിതമോ മരണമോ അതിനുശേഷമുള്ള പുനരുദ്ധാനമോ അവരുടെ കയ്യിലില്ല. മഖ്ലൂഖ് ഇബാദത്ത് ചെയ്യപ്പെട്ടുകൂടാ. എന്നാൽ നോക്കൂ, മുസ്ലിമീങ്ങളല്ലാത്തവർ, ഇസ്ലാമിന് പുറത്തുള്ളവർ, ഷിർക്കിലകപ്പെട്ടവർ ആരെയാണ് ഇബാദത്ത് ചെയ്യുന്നത്? മഖ്ലൂഖുകളെ. അള്ളാഹുവിൻ്റെ നബിമാർ മഖ്ലൂഖുകളാണ്. മലക്കുകളും ജിന്നുകളും മരങ്ങളും കല്ലും എല്ലാം ഒക്കെ മഖ്ലൂഖുകളാണ്. ഒരു മഖ്ലൂഖിനെ ഇബാദത്ത് ചെയ്തുകൂടാ. മഖ്ലൂഖുകൾ മുഴുവൻ ഇബാദത്ത് ചെയ്യേണ്ടത് അവരുടെ ഖാലിഖായ, അവരുടെ സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി. ലഅല്ല എന്നത് ഒരു കാര്യത്തിലേക്ക് കാരണത്തെ സൂചിപ്പിക്കാൻ ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അഥവാ തഖ്വ ലഭിക്കാൻ നിങ്ങൾ തൗഹീദുള്ളവരാവുക. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, യഥാർത്ഥ തഖ്വ അത് മുവഹിദുകൾക്ക് മാത്രമുള്ളതാണ്. മുവഹിദല്ലാത്ത, തൗഹീദില്ലാത്ത ഒരാൾ ഒരു തഖ്വയുള്ളവനാവുകയില്ല. അതാണ് ആദ്യത്തെ തഖ്വ. അതുകൊണ്ടാണ് അള്ളാഹു മനുഷ്യരെ മുഴുവൻ വിളിച്ച് തഖ്വ കൽപ്പിച്ചത്. സൂറത്തു നിസായിൽ 1-ാമത്തെ ആയത്ത് എന്താണ്? യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കും, മനുഷ്യരെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുക. എന്താണ് മനുഷ്യർ മുഴുവൻ പാലിക്കേണ്ട തഖ്വ? ഒന്നാമത്തെ തഖ്വ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാണ്. തഖ്വ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് അൻ തജ്അല ബൈനക വബൈന അദാബില്ലാഹി വിഖായതൻ തഖീക്, നീ നിനക്കും അള്ളാഹുവിൻ്റെ ശിക്ഷക്കുമിടയിൽ ഒരു പരിചയം ഉണ്ടാക്കുക, നിന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷ ബാധിക്കാതിരിക്കാൻ. എന്താണ് ആ പരിചയം? അതിൽ ആദ്യത്തെ തൗഹീദാണ്. അതാണ് യഥാർത്ഥത്തിൽ തഖ്വ എന്ന് പറഞ്ഞാൽ. ഈ തഖ്വ തൗഹീദില്ലാതെ ലഭിക്കുകയില്ല. തഖ്വ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങളിലൊന്നാണ്. അതുകൊണ്ടാണ് സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് തന്നെ ഇനി വരുന്ന ആയത്തിൽ കാണാം, ഉഇദ്ദത്തിൽ മുത്തഖീൻ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാരോ അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാണത്. സ്വർഗം ഒരു കൂട്ടർക്ക് വേണ്ടിയാണ് ഒരുക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ആ കൂട്ടർ എത്ര ശ്രേഷ്ഠരായിരിക്കും ആലോചിച്ച് നോക്കൂ. സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു പറയാൻ ഉഇദ്ദത്തിൽ മുത്തഖീൻ, അള്ളാഹുവിനെ സൂക്ഷിച്ചവർക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ ആ തഖ്വയുടെ വലിപ്പം എത്ര വലുതായിരിക്കും. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ, അള്ളാഹു തഖ്വയുള്ളവരുടെ കൂടെയാണ്. വല്ലാഹു യുഹിബ്ബുൽ മുത്തഖീൻ, അള്ളാഹു തഖ്വയുള്ളവരെ സ്നേഹിക്കുന്നു. ഇതെല്ലാം ഖുർആനിലുള്ളതാണ്. തഖ്വയുടെ ഫലം എത്രയാണ്? ആ തഖ്വ നിനക്ക് വേണോ? ആദ്യം വേണ്ട തൗഹീദാണ്. ലഅല്ലക്കും തത്തഖൂൻ, അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, നിങ്ങൾ അവനെ സൂക്ഷിക്കുന്നവരാകാൻ. എന്നിട്ട് റബ്ബ് പറഞ്ഞു നോക്കൂ, അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫറാശാ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ ബിഹി മിനത്ത് ثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. അല്ലദീ, ഏതൊരുവനാണോ ഏതൊരു റബ്ബാണോ, ജഅല ലക്കും നിങ്ങൾക്ക് വേണ്ടി ഏർപ്പെടുത്തി തന്നത്, അൽ അർദ ഭൂമിയെ, ഫിറാശൻ ഭൂമി അള്ളാഹു നിങ്ങൾക്കൊരു വിരിപ്പാക്കി തന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഒരു പ്രയാസവുമില്ലാതെ ഈ ഭൂമിയിൽ കഴിയാൻ അള്ളാഹു നിങ്ങൾക്ക് ഈ ഭൂമി ഏർപ്പെടുത്തി തന്നിരിക്കുന്നു. വസ്സമാഅ ബിനാഅ, ആകാശത്തെ അവൻ ഒരു മേൽക്കൂരയാക്കി തന്നിരിക്കുന്നു.
വഅൻസല അവൻ അവതരിപ്പിച്ചിരിക്കുന്നു മിനസ്സമായി മുകളിൽ നിന്ന് മാഅൻ വെള്ളമിറക്കി തന്നിരിക്കുന്നു. ഫഅഖ്റജ എന്നിട്ട് അവൻ പുറത്തേക്ക് കൊണ്ടുവന്നു ബിഹ് ആ വെള്ളം മുഖേന അവൻ പുറത്തേക്ക് കൊണ്ടുവന്നു മിനസ്സമറാത്ത് സമറത്തുകളിൽ നിന്ന് കായ്കനികളിൽ നിന്ന് അവൻ നിങ്ങൾക്ക് പുറത്തേക്ക് മുളപ്പിച്ച് ഉൽപ്പാദിപ്പിച്ച് കൊണ്ടുവന്നു തന്നു. റിസ്ഖല്ലക്കും അത് നിങ്ങൾക്കുള്ള ഒരു റിസ്ഖായിക്കൊണ്ട് ഉപജീവനമായിക്കൊണ്ട്. ഫലാ തജഅലൂ ലില്ലാഹി അൻദാദ അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ നിദ്ദുകളെ സമന്മാരെ ഏർപ്പെടുത്തരുത്. വഅൻതും തഅലമൂൻ അറിഞ്ഞുകൊണ്ട് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത്. നോക്കൂ, ഈ ആയത്തിൽ അള്ളാഹു ആദ്യം ഭൂമിയെ നമുക്ക് സംവിധാനിച്ചു തന്നതിനെക്കുറിച്ച് പറഞ്ഞു. ഭൂമിയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ഭൂമി അള്ളാഹു പറഞ്ഞതുപോലെ അലം നജഅലിൽ അർദ കിഫാത അഹ്യാഅ വ അംവാത ഭൂമി നിങ്ങൾക്ക് കിഫാത്താണ്, നിങ്ങളെ ഉൾക്കൊള്ളുന്നതാണ്. അഹ്യാഅ വ അംവാത ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും. ജീവനുള്ളവർ ഇതിന് പുറത്ത് സഞ്ചരിക്കുന്നു, പുറത്ത് ജീവിക്കുന്നു. മരിച്ചവരോ ഇതിനകത്ത്. മരിച്ചാൽ ഖബറടക്കുന്നു. സുബ്ഹാനല്ലാഹ്, മുകളിൽ ജീവിക്കാൻ അള്ളാഹു അനുഗ്രഹമേകി എന്നതുപോലെ അള്ളാഹുവിൻ്റെ നിഅമത്താണെന്ത് മരിച്ചാൽ ഖബറടക്കാൻ കഴിയുന്നു എന്ന് ചിന്തിക്കുക. അള്ളാഹു അത് നിഅമത്തായി പറഞ്ഞതാണ്. സുമ്മ അമാതഹു ഫഅഖ്ബറ മനുഷ്യനെ അള്ളാഹു മരിപ്പിച്ചു. ഫഅഖ്ബറ എന്നിട്ട് അവനെ ഖബറിലാക്കി റബ്ബ്. അതല്ല എങ്കിൽ ഇങ്ങനെ ഒരു സംവിധാനമില്ല. മരിച്ചവരൊക്കെ ഒരു സ്ഥലത്ത് കൂട്ടിയിടുകയാണ്, അല്ലെങ്കിൽ മാലിന്യം പോലെ കളയുകയാണ്. എന്തൊരു മോശമായ അവസ്ഥയാണ് ചിന്തിച്ച് നോക്കൂ. നമ്മുടെ മുന്നിൽ മരിച്ചവരൊക്കെ ഇങ്ങനെ ചീഞ്ഞളിഞ്ഞു പോവുക എന്നത് അത് നിന്ദയാണ്. അള്ളാഹു മനുഷ്യനെ ഖബറിലാക്കി അവൻ ആദരിച്ചിരിക്കുന്നു. സുമ്മ അമാതഹു ഫഅഖ്ബറ അള്ളാഹു നിങ്ങൾക്ക് ഭൂമി ഉൾക്കൊള്ളുന്നതാക്കിയിരിക്കുന്നു. അഹ്യാഅ വ അംവാത ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവർ. ജീവനുള്ളവർ ഇതിന് പുറത്ത്, മരിച്ചവർ ഇതിനുള്ളിൽ. എന്ന് മാത്രമല്ല, ഭൂമിയുടെ അത്ഭുതം നോക്കൂ. ഇതിന് മുകളിലൂടെ നമുക്ക് ചവിട്ടി നടക്കാം, കെട്ടിടങ്ങളുണ്ടാക്കാം, ആണ്ടുപോകുന്നില്ല, താഴേക്ക് ആഴ്ന്നു പോകുന്നില്ല. എന്നാൽ ഇതേ ഭൂമി കുഴിക്കണമെന്ന് നിനക്ക് കുഴിക്കാം. അത് കുഴിച്ച് അതിന് താഴെ കുഴിച്ച് നിനക്കെന്തെങ്കിലും അതുകൊണ്ടുള്ള ഉപകാരങ്ങൾ നേടണോ, അതിനും ഈ ഭൂമി സാധിക്കും. രണ്ടിനും ഇടയിലാണ് ഭൂമി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. അതിന് മുകളിൽ നിനക്ക് വലിയ കെട്ടിടങ്ങൾ പണിയണോ, ഭൂമിയിൽ അത് നിൽക്കും, അതാണ്ട് പോകുന്നില്ല. എന്നാൽ ഇതേ ഭൂമി നിനക്ക് കുഴിക്കാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുതമാണ്. റബ്ബിനല്ലാതെ ആർക്കാണ് ഈ ഭൂമി സംവിധാനിക്കാൻ സാധിക്കുക? അള്ളാഹു അവൻ്റെ നിഅമത്തായി നമുക്ക് നൽകിയിട്ടുള്ളതാണിത്. അവൻ ആകാശത്തെ മേൽക്കൂരയാക്കി തന്നിരിക്കുന്നു. ഈ ആകാശം അത് നമ്മുടെ മുകളിലേക്ക് വീഴാതെ അള്ളാഹു റബ്ബുൽ ആലമീൻ അതിനെ പിടിച്ചു വച്ചിരിക്കുന്നു. ഇന്നല്ലാഹ യുംസിക്കു സ്സമാവാതി വൽ അർദ അൻ തസൂല വലഇൻ സാലതാ ഇൻ അംസകഹുമാ മിൻ അഹദി മിൻ ബഅദിഹി ആകാശങ്ങളെയും ഭൂമിയെയും അള്ളാഹു ഇളകിപ്പോകാതെ പിടിച്ചു വച്ചിരിക്കുന്നു. അതെങ്ങാനും അതിൻ്റെ സ്ഥാനത്ത് നിന്ന് നീങ്ങിപ്പോയാൽ അവനല്ലാതെ ഒരാളുമില്ല അതിനെ പിടിച്ചു വെക്കാൻ. നിങ്ങൾക്ക് കാണാവുന്ന തൂണുകളൊന്നും കൂടാതെ ആകാശത്തെ ഉയർത്തിയവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അതിൽ ആയത്തുകളുണ്ട്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇന്ന ഫി ഖൽഖി സ്സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. ബുദ്ധിയുള്ള ആളുകൾക്ക് ചിന്തിക്കാൻ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ, തെളിവുകൾ, അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൻ്റെ അടയാളങ്ങൾ ആകാശങ്ങളുടെ ഭൂമിയുടെ പടപ്പിലുണ്ട്. അതിനുശേഷം അള്ളാഹു മുകളിൽ നിന്ന് വെള്ളം വർഷിച്ചതിനെക്കുറിച്ച് പറഞ്ഞു, മഴ വർഷിപ്പിച്ചു തന്നതിന്. അത് മുഖേന അവൻ ഭൂമിയിൽ കായ്കനികൾ, പഴങ്ങൾ ഇതെല്ലാം ഉൽപ്പാദിപ്പിച്ചു തന്നു. നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല മഴ വർഷിപ്പിച്ചു തന്നു. അതിൽ ഒരു തുള്ളി പോലും, ഒരു ഖത്രത്ത്, ഒരു തുള്ളി പോലും പടക്കാൻ, ഒരു തുള്ളി അത് സൃഷ്ടിക്കാൻ ലോകത്തുള്ള പടപ്പുകൾ മുഴുവൻ വിചാരിച്ചാൽ സാധ്യമല്ല. ഒരു തുള്ളി സാധ്യമല്ല. അള്ളാഹു അത് മുകളിൽ നിന്ന് താഴേക്കിറക്കി തന്നിരിക്കുന്നു. റബ്ബ് ചോദിച്ചതുപോലെ അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നു മുൻസിലൂൻ, നിങ്ങളാണോ അത് മേഘത്തിൽ നിന്ന് താഴെ ഇറക്കിയത്, അതല്ല നാമാണോ? ഇവിടെ മുകളിൽ നിന്ന് അള്ളാഹു ഇറക്കിയെന്ന് പറയുക. അൻസല മിനസ് സമാഇ മാഅൻ, സമാ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം മുകൾ ഭാഗം എന്നാണ് ഇവിടെ ഉദ്ദേശം. സമാ എന്ന് പറയുമ്പോൾ എപ്പോഴും ആകാശം എന്ന് മാത്രമല്ല, മറിച്ച് മുകൾ ഭാഗം എന്ന് സമാഇന് അർത്ഥമുണ്ട്. ആകാശം മുകളിലാണ്, സംശയമില്ല.
സമാ എന്നാൽ മുകൾ ഭാഗം, മുകളിൽ നിന്ന് അള്ളാഹു മഴ വർഷിപ്പിച്ച് തന്നിരിക്കുന്നു. കാരണം മഴ താഴേക്ക് ഇറങ്ങുന്നത് മേഘത്തിലൂടെ, മേഘത്തിൽ നിന്നാണത് താഴേക്ക് ഇറങ്ങുന്നത്. മേഘം അത് ആകാശത്തിന് മുകളിലുള്ള ഒന്നല്ല, മറിച്ച് അത് ഭൂമിക്കും ആകാശത്തിനും ഇടയിലുള്ളതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം മുകളിൽ നിന്നാണ് അത് ഇറങ്ങുന്നത്. അതാണ് സമാ കൊണ്ടുള്ള ഉദ്ദേശം. എങ്ങനെയാണ് നമുക്കത് മനസ്സിലായത്? ഖുർആനിൽ മറ്റുള്ള അനേകം ആയത്തുകളിൽ എന്തു വന്നിട്ടുണ്ട്? അള്ളാഹു മേഘത്തിൽ നിന്ന് മഴ വർഷിപ്പിച്ചു എന്ന് വന്നിട്ടുണ്ട്. അള്ളാഹു മേഘത്തെ കാറ്റിന് അയച്ചു വിടുന്നു, അത് മേഘത്തിൽ നിന്ന് വെള്ളം താഴേക്ക് ഇറക്കുന്നു, ഖുർആനിൽ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് നോക്കൂ, മുകളിൽ നിന്ന് സമാ എന്ന് പറഞ്ഞാൽ ഇവിടെ മുകളിൽ നിന്ന് എന്നാണ് ഉദ്ദേശം. അള്ളാഹു സുബ്ഹാനഹു വ തആല മുകളിൽ നിന്നും വെള്ളം വർഷിപ്പിച്ചു തന്നു എന്നത് അവൻ്റെ നിഅമത്താണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ആലോചിക്കുക, അള്ളാഹു ഇങ്ങനെ മുകളിൽ നിന്ന് മഴ ഇറക്കാതെ ഭൂമിയിലൂടെ അത് ഒഴുക്കുക മാത്രമായിരുന്നു ചെയ്തിരുന്നത് എങ്കിൽ അതിന് ഈ ഉപകാരം ഉണ്ടാകുമായിരുന്നില്ല. ഭൂമിയിലൂടെ ഒഴുകുക മാത്രം, മുകളിൽ നിന്നത് പെയ്യുന്നില്ല, അതിന് ഈ ഉപകാരം ഉണ്ടാവുകയില്ല. ഒരുപാട് പ്രദേശങ്ങളിൽ അത് ലഭിക്കുകയില്ല. അതുപോലെ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വർഷിക്കുന്ന രീതിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഒരു പാത്രത്തിൽ നിന്ന് നമ്മൾ താഴേക്ക് ഒഴിച്ചാൽ എങ്ങനെയാണ് വെള്ളം താഴേക്ക് വരുന്നത്? അതുപോലെ അല്ല മഴ പെയ്യുന്നത്. മറിച്ച് മഴ ഓരോ തുള്ളികളാണ്, ഓരോ തുള്ളികളായി അത് താഴേക്ക് ഇറങ്ങുകയാണ്. റബ്ബിൻ്റെ എത്ര വലിയ നിഅമത്താണതെന്ന് ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയയ്ക്ക് ശേഷം, ഹുദൈബിയയിൽ വെച്ചൊരു ഫജ്ർ നിസ്കാരം കഴിഞ്ഞ് മഴയുണ്ടായിരുന്നൊരു രാത്രിക്ക് ശേഷം ഹുദൈബിയയിൽ ഫജ്ർ നിസ്കാരം കഴിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, എൻ്റെ അടിമകളിൽ ഈ പകലായപ്പോഴേക്ക് അസ്ബഹ മിൻ ഇബാദി മുഅ്മിനുൻ ബി വകാഫിറുൻ ബിൽ കൗകബ്, വകാഫിറുൻ ബി വമുഅ്മിനുൻ ബിൽ കൗകബ്, എന്നിൽ വിശ്വസിച്ചവനും കൗകബുകളെ നക്ഷത്രങ്ങളെ നിഷേധിച്ചവനും ഉണ്ടായിരിക്കുന്നു. നക്ഷത്രങ്ങളിൽ വിശ്വസിച്ചവനും എന്നിൽ അവിശ്വസിച്ചവനും എന്നോട് നന്ദികേട് കാണിച്ചവനും ഉണ്ടായിരിക്കുന്നു. ആരാണത്? മഴ പെയ്തപ്പോൾ മുത്തർന ബിനൗ ഇഖദ വഖദ എന്ന് പറഞ്ഞവനാണ് നക്ഷത്രങ്ങളിൽ വിശ്വസിച്ചവൻ, എന്നിൽ അവിശ്വസിച്ചവൻ. ഇന്ന നക്ഷത്രങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് മഴ ലഭിച്ചിരിക്കുന്നു. എന്നാൽ എന്നിൽ വിശ്വസിച്ച മുഅ്മിൻ ആരാണ്? അവൻ ഇങ്ങനെ പറഞ്ഞ മുത്തർന ബി ഫദ്ലില്ലാഹി വ റഹ്മതിഹി, മുത്തർന ബി ഫദ്ലില്ലാഹി വ റഹ്മതിഹി, അള്ളാഹുവിൻ്റെ ഔദാര്യത്താൽ അവൻ്റെ കാരുണ്യത്താൽ നമുക്ക് മഴ ലഭിച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ അടയാളമാണെന്ത്? അതിൻ്റെ ഫലമാണെന്ത്? ഈ മഴ എന്ന് പറയുന്നത് റബ്ബിൻ്റെ റഹ്മത്ത്. അതുകൊണ്ടാണ് അള്ളാഹു കാറ്റിനെ എങ്ങനെ വിശേഷിപ്പിച്ചത്? വഹുവല്ലദീ യുർസിലു റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതിഹി, വഹുവല്ലദീ യുർസിലു റിയാഹ, അവനാണ് കാറ്റിനെ അയക്കുന്നവൻ. കാറ്റെന്താണ്? ബുശ്റ, സന്തോഷ വാർത്തയുമായിട്ടാണ് ഇത് വരുന്നത്. ബൈന യദൈ റഹ്മതിഹി, അള്ളാഹുവിൻ്റെ റഹ്മത്തിന് മുന്നോടിയായി, ആ മഴക്ക് മുന്നോടിയായി വരുന്ന തണുത്ത കാറ്റുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, അത്യുഷ്ണത്തിൽ മനുഷ്യർ കഴിയവേ, ചൂടിൽ ആളുകൾ പ്രയാസപ്പെട്ട് കഴിയവേ, അല്ല അവർ പലപ്പോഴും മഴയെക്കുറിച്ച് നിരാശരായിരിക്കവേ, അതാ ഒരു കാറ്റടിച്ച് വീശുകയാണ്. മഴക്ക് മുന്നോടിയായി ആ വീശുന്ന തണുത്ത കാറ്റ് അള്ളാഹു പറയുകയാണ്, വഹുവല്ലദീ യുർസിലു റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതിഹി, അവൻ്റെ കാരുണ്യത്തിന് മുന്നേ അതിൻ്റെ സന്തോഷവാർത്തയായി കാറ്റയക്കുന്നവൻ. യാ സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, എവിടെയാണത് കുളിർമയേകാത്തത്, തണുപ്പിക്കാത്തത്? എല്ലായിടത്തും. നീ ഒരു എയർ കണ്ടീഷൻ വെച്ചാലും നിനക്കതുപോലെ നിൻ്റെ നാട് തണുപ്പിക്കാൻ സാധ്യമല്ല, കുളിർമയേകാൻ സാധ്യമല്ല. ആരാണത് പെയ്യിക്കുന്നത്? ആരാണത് കൊണ്ടുവരുന്നത്? അള്ളാഹുവാണ്. അവനെക്കുറിച്ച് പറഞ്ഞു, വഹുവല്ലദീ യുനസ്സിലുൽ ഗൈഥ മിൻ ബഅദി മാ ഖനതു വയൻശുറു റഹ്മതഹു വഹുവൽ വലിയുൽ ഹമീദ്. വഹുവല്ലദീ യുനസ്സിലുൽ ഗൈത്ത്, അവനാണ് ഗൈത്ത് അവതരിപ്പിക്കുന്നവൻ. എന്താണ് ഗൈത്ത് എന്ന് പറഞ്ഞാൽ? മഴയുടെ പേരാണ് ഗൈത്ത്. ഗൈസുമുണ്ട്, ഗൗസുമുണ്ട്. ഗൗസ് എന്നാൽ സഹായമാണ്, ഗൈസ് മഴയാണ്. രണ്ടും തേടുന്നതിന് ഇസ്തഗാസ എന്ന് പറയും. ഇസ്തഗാസ എന്ന് പറഞ്ഞാൽ അതിന് എന്തർത്ഥമുണ്ട്? സഹായം തേടി എന്നും അർത്ഥമുണ്ട്, അതുപോലെ മഴ തേടി എന്നും അർത്ഥമുണ്ട്. ഇസ്തഗാസ യസ്തഗീസു, അതിനാണ് ഇസ്തിഗാസത്ത് എന്ന് പറയുക. സഹായം തേടുക എന്നും അതിനർത്ഥമുണ്ട്, അതുപോലെ
മഴ തേടുക എന്നർത്ഥമുണ്ട്. അതുപോലെ മഴ തേടാൻ ഇസ്തിസ്ക എന്നൊരു വാക്കുമുണ്ട്. ഇസ്തിസ്ക സുഖിയ തേടുക. അതുകൊണ്ടാണ് മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരത്തിന് എന്തു പറയും? സലാത്തു അൽ ഇസ്തിസ്ക, മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം എന്നത്. വഹുവല്ലദി യുനസ്സിലു ഗൈസ്, അവനാണ് മഴ വർഷിക്കുന്നവൻ. മിൻ ബഅദി മാ ഖനതു, അവർ നിരാശയിലായതിനു ശേഷം, എല്ലാം വറ്റി വരണ്ട് ക്ഷാമം പിടിച്ച് അങ്ങനെയുള്ള അവസ്ഥയിലായ ശേഷം, വയൻഷുറു റഹ്മതഹ്, എന്നിട്ട് അവൻ്റെ റഹ്മത്ത് അത് വ്യാപിപ്പിക്കുന്നവൻ. വഹുവൽ വലിയുൽ ഹമീദ്, അവനാണ് യഥാർത്ഥ രക്ഷാധികാരി. ഹമീദായ, എല്ലാ സ്തുതികൾക്കും അർഹനായ രക്ഷാധികാരിയായ റബ്ബ് സുബ്ഹാനഹു വ തആല. ചിന്തിച്ചു നോക്കൂ, എത്ര വലിയ നിഅമത്താണത്, എത്ര വലിയ അനുഗ്രഹമാണത്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആദ്യത്തെ മഴ വന്നാൽ അവിടുത്തെ തലയിലെ തുണി നീക്കി അത് കൊള്ളുമായിരുന്നു എന്നാണ്. എന്നിട്ട് പറഞ്ഞു, ഇത് ഹദീസു അഹദിൻ ബിറബ്ബ്, ഇത് റബ്ബിൻ്റെ അരികിൽ ഇപ്പോൾ വന്നതാണ്, റബ്ബുമായി ബന്ധമടുത്തിട്ടുള്ളതാണത് എന്ന് പറഞ്ഞ് സല്ലല്ലാഹു അലൈഹി വസല്ലം തലയിലെ തുണി നീക്കുമായിരുന്നു. എന്തുകൊണ്ട്? അത് ഇപ്പോൾ റബ്ബിങ്കിൽ നിന്ന് വന്നതാണ് എന്നതുകൊണ്ട്. അള്ളാഹു അതിനെ മുബാറക്കായ വെള്ളം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. മഴവെള്ളത്തെ അള്ളാഹു എന്ത് വിശേഷിപ്പിച്ചിട്ടുണ്ട്? മാ മുബാറക്ക, ബറക്കത്തുള്ള വെള്ളമെന്ന്. ആ മുകളിൽ നിന്ന് വർഷിക്കുന്ന ആ വെള്ളത്തിൽ എന്തുണ്ട്? ബറക്കത്തുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ചില ചികിത്സകൾക്ക് പോലും അത് ഉപയോഗിക്കാറുണ്ട് എന്നാണ്. ആ വെള്ളം അത് ശരീരത്തിൽ കൊള്ളുക എന്നത്, അത് ചികിത്സക്ക് പോലും ഉപയോഗിക്കാറുണ്ട്. കാരണം അത് ബറക്കത്തുള്ള വെള്ളമാണ്. അൻസൽനാ മിനസ് സമാഇ മാഅൻ മുബാറക, മുബാറക്കായ വെള്ളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മുകളിൽ നിന്ന് അവതരിപ്പിക്കുകയുണ്ടായി. കേട്ടിട്ടില്ല നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനു വേണ്ടി തേടിയ ഹദീസുകൾ? ഒരു സഹാബി ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കെ പറഞ്ഞു, നബിയെ, വെള്ളമില്ലാതെ എന്തു സംഭവിച്ചു? കാലുകളൊക്കെ ചത്തൊടുങ്ങി, കൃഷിയെല്ലാം നശിച്ചു. അള്ളാഹുൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്നുകൊണ്ട് ഇരു കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് തേടുക. മിമ്പറിൽ ഖതീബ് സാധാരണ ദുആ ചെയ്യുമ്പോൾ കൈ ഉയർത്തേണ്ടതില്ല. ഖതീബ് ദുആ ചെയ്യുമ്പോൾ അവിടെ ഇരിക്കുന്നവരും കൈ ഉയർത്തേണ്ടതില്ല. കാരണം ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തിയിട്ടില്ല എന്നാണ് നമുക്ക് ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ദുആ ചെയ്യുമ്പോൾ എപ്പോഴാണ് കൈ ഉയർത്തേണ്ടത്? ഒന്ന്, സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തി എന്ന് വന്നിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തി ദുആ ചെയ്തു എന്ന് വന്നിട്ടുള്ള സന്ദർഭങ്ങൾ, അപ്പോൾ കൈ ഉയർത്തുക. പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തിയിട്ടില്ല എന്ന് തെളിയുന്ന സന്ദർഭങ്ങളുണ്ട്, അപ്പോൾ നമ്മൾ കൈ ഉയർത്തരുത്. ഉദാഹരണത്തിന് ഖതീബ് മിമ്പറിൽ വെച്ച് ദുആ ചെയ്യുമ്പോൾ, അതുപോലെ ഫർദ് നിസ്കാരത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തി ദുആ ചെയ്തത് വന്നിട്ടില്ല. ഫർദ് നിസ്കാരത്തിന് ശേഷം ദിക്റുകളാണുള്ളത്, ദുആകളല്ല ഉള്ളത്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളുണ്ട്. അതുപോലെ തവാഫ് ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തി ദുആ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് തെളിവുകളിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ കൈ ഉയർത്താതിരിക്കുക. എന്നാൽ ഇതല്ലാതെ, ഈ രണ്ടുമല്ലാതെ ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക. ഒന്ന്, കൈ ഉയർത്തിയെന്ന് വന്നത് കൃത്യമായി വന്നത്, അവിടെ കൈ ഉയർത്തുക. രണ്ട്, കൈ ഉയർത്തിയിട്ടില്ല എന്ന് ഏതാണ്ട് തെളിവുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുക, അവിടെ കൈ ഉയർത്താതിരിക്കുക. പിന്നെ ഉള്ളത് എന്താണ്? ഇത് രണ്ടും പറയാൻ സാധിക്കാത്തത്, സ്വലാസം കൈ ഉയർത്തിയെന്നോ ഉയർത്തിയിട്ടില്ല എന്നോ പറയാൻ സാധിക്കാത്ത സന്ദർഭങ്ങൾ, അവിടെയെല്ലാം ശ്രേഷ്ഠം എന്താണ്? കൈ ഉയർത്തി ദുആ ചെയ്യലാണ്. കാരണം എന്താണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റബ്ബക്കും തബാറക വതആല ഹയ്യുൻ കരീമുൻ യസ്തഹി മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി അൻ യറുദ്ദഹുമാ സിഫ്റാ. നിങ്ങളുടെ റബ്ബ് ലജ്ജയുള്ളവനും കരീമുമാണ്, അത്യുദാരനുമാണ്. ഹയ്യാണവൻ, കരീമാണവൻ. യസ്തഹി മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി അൻ യറുദ്ദഹുമാ സിഫ്റാ. ഒരടിമ അവനിലേക്ക് ഇരു കൈകൾ ഉയർത്തിയാൽ അതൊന്നും കൊടുക്കാതെ മടക്കാൻ അള്ളാഹു ലജ്ജിക്കുന്നു. റബ്ബിലേക്ക് നീ കൈ ഉയർത്തിയാൽ അള്ളാഹു ഒരിക്കലും നിന്നെ ഒന്നും തരാതെ മടക്കുകയില്ല. കാരണം നീ ചോദിക്കുന്ന ആരാണ്? കരീമായ റബ്ബിനോടാണ്. നിങ്ങൾ നോക്കൂ, പടപ്പുകളും മനുഷ്യരിൽ വളരെ കറമിനറിയപ്പെട്ട ഒരാൾ, അങ്ങേറ്റം ഉദാരതക്കറിയപ്പെട്ട, അങ്ങേറ്റം മാന്യനായ ഒരാളോട് പോയി ഒരാൾ ചോദിച്ചാൽ, എന്തെങ്കിലും ചോദിച്ചാൽ അയാൾ പൊതുവെ ഒന്നും കൊടുക്കാതെ അയാൾ മടക്കുകയില്ല. മനസ്സിലായില്ലേ? എന്തെങ്കിലുമൊക്കെ അയാൾ കൊടുക്കും. പൊതുവെ ആളുകളോട് ചോദിച്ചാൽ നിനക്ക് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരു നല്ല വാക്കെങ്കിലും പറയണമെന്നാണ്. ഫഖുൽ ലഹും ഖൗലൻ മൈസൂറ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ
ഒരു സന്തോഷത്തിൻ്റെ എളുപ്പത്തിൻ്റെ ഒരു വാക്കെങ്കിലും നീ പറയുക. ഇപ്പോൾ കയ്യിലില്ലാത്തതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് പിന്നെ നമുക്ക് നോക്കാം, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇങ്ങനെയൊക്കെയുള്ള നല്ല ആശ്വാസത്തിൻ്റെ വാക്കുകളെങ്കിലും നീ പറയുക. ഇത് കറമുള്ള മനുഷ്യർ ചെയ്യുന്ന കാര്യമാണ്. നീ കരീമായ റബ്ബിൻ്റെ മുന്നിലാണ് കൈ നീട്ടുന്നത്. നീ വിചാരിക്കുന്നുണ്ടോ അള്ളാഹു നീ ചോദിച്ചാൽ നിൻ്റെ ദുആകൾ അള്ളാഹു അവനിലേക്ക് നീ ആത്മാർത്ഥമായി കൈകൾ ഉയർത്തിക്കുകയാണ് അവനോട് തേടിയിട്ട് അള്ളാഹു റബ്ബുൽ ആലമീൻ അത് വെറുതെ ആക്കുമെന്ന് കല്ല അള്ളാഹ്. ഒരിക്കലും അള്ളാഹുവിനെ കുറിച്ച് അങ്ങനെ വിചാരിക്കരുത്. യസ്തഹി മിൻ അബ്ദിഹി റഫഅ യദൈഹി ഇലൈഹി യറുദ്ദഹുമാ സിഫ്റാ. അത് ശൂന്യമായി മടക്കാൻ അള്ളാഹു ലജ്ജിക്കുന്നു. കാരണം അവൻ്റെ കറം അത്ര വലുതാണ്, അവൻ അത്രയും കരീമാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ അസ എന്നൊക്കെ വന്നിട്ടുള്ളത്. അള്ളാഹു നൽകിയേക്കാം, കൊടുത്തേക്കാം എന്ന് വന്നിട്ടുള്ള സന്ദർഭങ്ങൾ അസ പോലെയുള്ള പ്രയോഗം അറബിയിൽ സാധ്യത സൂചിപ്പിക്കുന്ന പ്രയോഗമാണ്. പക്ഷേ മുൻഗാമികൾ മുഫസ്സിറുകൾ പറഞ്ഞു ഖുർആനിലെ അസ ഒക്കെ ഉറപ്പാണ്. കാരണം എന്താ, അവിടെ നൽകിയേക്കാം എന്ന് പറഞ്ഞത് കരീമായ റബ്ബാണ്. അങ്ങേയറ്റം ചുദാരനായ റബ്ബ് നൽകിയേക്കാം എന്ന് പറഞ്ഞാൽ നൽകുമെന്നാണ്. അതല്ലാതെ അത് ചിലപ്പോൾ തരും എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പം നോക്കൂ, ഞാൻ പറഞ്ഞു വന്നത് ദുആയിൽ കൈ ഉയർത്തേണ്ട സന്ദർഭങ്ങൾ ഇതാണ്. പൊതുവെയുള്ള ദുആകളിൽ എന്ത് ചെയ്യുക, കൈ ഉയർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്ത് കരങ്ങൾ ഉയർത്തി ദുആ ചെയ്യുക. മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കൈ ഉയർത്തിയിരുന്നു. മഴയ്ക്ക് വേണ്ടിയുള്ള ദുആയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കൈ ഉയർത്തിയിരുന്നു. സാധാരണ മിമ്പറിൽ ഖത്തീബ് ദുആ ചെയ്യുമ്പോൾ കൈ ഉയർത്തേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയാണ് മഴയ്ക്ക് വേണ്ടി. സഹാബത്ത് പറയുന്നു ആകാശത്ത് ആ സമയത്ത് മഴയുടെ മേഘത്തിൻ്റെ ഒരു അടയാളവുമില്ല. പക്ഷെ അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുമ്പോഴേ കഥ എങ്ങനെ നിന്നറിയാതെ മേഘങ്ങൾ ഇങ്ങനെ ആകാശത്ത് വന്നുകൂടുകയാണ്. മഴ പെയ്യുന്നു. മിമ്പറിൽ നിന്ന് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താഴെ ഇറങ്ങുന്നത് എങ്ങനെയാണ്? താടി നനഞ്ഞു കുതിർത്തിട്ടാണ്. അങ്ങനെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താഴെ. സഹാബത്തെല്ലാം വീട്ടിലേക്ക് പോകുന്നത് വെള്ളത്തിൽ നടന്നിട്ടാണ് ഈ പോകുന്നത്. അങ്ങനെ മഴ പെയ്തു. അടുത്ത വെള്ളിയാഴ്ച ഹദീസുകളിൽ കാണാം, നേരത്തെ വന്ന അതേ ആൾ അതല്ലെങ്കിൽ മറ്റൊരാൾ. ഹദീസ് ഉദ്ധരിക്കുന്ന ആൾക്ക് സംശയമാണ്, നേരത്തെ മഴ പെയ്ക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ ആൾ തന്നെയാണോ അല്ല വേറൊരാളാണോ എന്ന് സംശയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയെ കെട്ടിടങ്ങളൊക്കെ തകരുന്ന അവസ്ഥയിലായി, വെള്ളം കൂടിയിട്ടുള്ള പ്രയാസങ്ങളെക്കുറിച്ച് പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹവാലൈന വല അലൈന اللهم على الآكام والضراب وبطون الأودية ومنابت الشجر اللهم حوالينا ولا علينا. അങ്ങനെ മഴ കൂടിയാൽ ദുആ ചെയ്യേണ്ടത്, മഴ നിർത്തണേ എന്നല്ല. اللهم حوالينا ولا علينا, അള്ളാഹുവെ ഞങ്ങൾക്ക് ചുറ്റും, ഞങ്ങളുടെ മേലല്ല. മഴ അത് പൂർണ്ണമായി നിർത്താൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടില്ല. അള്ളാഹുവിൻ്റെ റഹ്മത്താണത്. അള്ളാഹുവെ ഞങ്ങൾക്ക് ചുറ്റും, ഞങ്ങളുടെ മേലല്ല. اللهم على الآكام والضراب وبطون الأودية منابت الشجر. അള്ളാഹുവെ മരങ്ങൾ മുളക്കുന്നിടത്ത്, താഴ്വാരങ്ങളിൽ, കുന്നുകൾക്ക് മേൽ എന്ന് പറഞ്ഞാൽ മഴ പെയ്താൽ ഉപകാരം നിലനിൽക്കുന്ന എന്നാൽ പ്രയാസമൊന്നുമില്ലാത്ത ഇടങ്ങൾ, അവിടെയെല്ലാം മഴ പെയ്യിക്കണേ. സഹാബത്ത് പറയണം മഴ ഇങ്ങനെ നീങ്ങിപ്പോയി. എത്രത്തോളം എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതുപോലെ മദീനക്ക് ചുറ്റും മഴ. മദീന ഒരു പാത്രത്തിൻ്റെ വായ പോലെ ആയിത്തീർന്നു. പുറത്തുനിന്ന് മദീനയിലേക്ക് ആര് വരുന്നവർക്കൊക്കെ മഴയെ പറ്റിയേ പറയാറുണ്ടായുള്ളൂ. എന്ന് പറഞ്ഞാൽ പുറത്തെന്താ മഴ എന്ന് ആളുകൾ പുറത്തുനിന്ന് വരുന്നവരൊക്കെ പറയുമാറ് മഴ പെയ്തു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനു വേണ്ടി ചെയ്ത ദുആ. സഹോദരങ്ങൾ, റബ്ബിൻ്റെ ഇത്ര വലിയ നിഅമത്താണത് എന്ന് ചിന്തിച്ചു നോക്കുക. അതിലൂടെയാണ് മനുഷ്യൻ്റെ ഈ ജീവിത വ്യവസ്ഥ തന്നെ നിലനിൽക്കുന്നത്. മഴയില്ലെങ്കിൽ എന്തില്ല, ജീവിതമില്ല. മഴ ഉള്ളത് കൊണ്ടാണ് സസ്യങ്ങൾ മുളക്കുന്നത്. അങ്ങനെയാണ് ജന്തുക്കൾ, അത് കഴിച്ചുള്ള ജന്തുക്കൾ ജീവിക്കുന്നത്, മനുഷ്യർ ജീവിക്കുന്നത് ആ സസ്യങ്ങൾ കഴിച്ചിട്ടും അതുപോലെ അത് കഴിച്ചു വളരുന്ന ജന്തുക്കളുടെ മാംസം കഴിച്ചിട്ടുമാണ്. അങ്ങനെയാണ് അള്ളാഹു ഭൂമിയിൽ റിസ്ക് നിലനിർത്തുന്നത് തന്നെ. അതാണ് അള്ളാഹു എന്ത് പറഞ്ഞത്, മിന സമറാത്ത്, അള്ളാഹു കായ്കനികൾ അത് മുഖേന ഉൽപ്പാദിപ്പിക്കുന്ന റിസ്ഖല്ലക്കും, നിങ്ങൾക്കുള്ള റിസ്ഖായിക്കൊണ്ട്. മഴ നിന്നാൽ എല്ലാ ജീവനും അവസാനിച്ചു. നസ്അലുല്ലാഹൽ ആഫിയ വസ്സലാം. അള്ളാഹു പറയുന്നു, ഫലാ തജ്അലു ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് നിദ്ദുകളെ ഉണ്ടാക്കരുത്. നിദ്ദുകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് സമന്മാരെ, പകരക്കാരെ നീ ഉണ്ടാക്കരുത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപം അള്ളാഹുവിന് മാത്രം നൽകേണ്ട ദുആ അള്ളാഹു അല്ലാത്തവർക്ക് നടത്തുക എന്നതാണ്.
ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിച്ചു, അയ്യു ദംബി അഅളം, നബിയെ ഏറ്റവും ഗുരുതരമായ തെറ്റേതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക്, അള്ളാഹുവാണ് നിന്നെ പടച്ചത് എന്നിരിക്കെ നീ അള്ളാഹുവിന് ഒരു നിദ്ദിനെ ഉണ്ടാക്കലാണ്, സമനെ സങ്കല്പിച്ചുണ്ടാക്കലാണ്. റബ്ബിനോട് മാത്രം തേടേണ്ടത് നീ അള്ളാഹു അല്ലാത്തവരോട് തേടുക. ഒരു വാക്കിൽ പോലും നീ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ നബിയോട് മാഷാ അല്ലാഹു വശിഅത, അള്ളാഹുവും താങ്കളും ഉദ്ദേശിച്ചതുപോലെ എന്നൊരാൾ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിരിച്ചു ചോദിച്ചത് എന്താണ്? അജഅൽതനി ലില്ലാഹി നിദ്ദ. മറ്റു ചില റിവായത്തുകൾ കാണാം, അജഅൽതനി വല്ലാഹ അദ്ല, നീ എന്നെയും അള്ളാഹുവിനെയും നീ എന്നെ അള്ളാഹുവിന് സമനാക്കിയോ? ഖുൽ മാഷാ അല്ലാഹു വഹ്ദ, നീ എന്തു പറയുക? അള്ളാഹു മാത്രം ഉദ്ദേശിച്ചതുപോലെ എന്ന് പറയുക. അതാണ് ശിർക്കിൻ്റെ, തൗഹീദിന് യോജിക്കാത്ത ഒരു വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല? വകവെച്ചു കൊടുത്തിട്ടില്ല ഒരിക്കലും. അത് പറയുന്ന ആളുടെ മനസ്സിൽ എന്തെങ്കിലും നല്ല ഉദ്ദേശമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വകവെച്ചു കൊടുത്തോ? ഇല്ല. കാരണം ഈ ദീൻ മനസ്സ് നന്നാക്കാൻ മാത്രം വന്ന ദീനല്ല, മനസ്സും പ്രവർത്തനവും വാക്കും നന്നാക്കാൻ വന്ന ദീനാണ്. വാക്ക് നന്നായിരിക്കണം, അതല്ലാതെ എൻ്റെ മനസ്സിലത് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയാൻ പാടുണ്ടോ? ഇല്ല. അത് മുർജിഅകളുടെ വാദമാണ്. അതുകൊണ്ടാണ് നോക്കൂ, ഈ ഖബർ ആരാധനയുടെ ആളുകൾ മുഴുവൻ ഒന്നൊടി അതൊക്കെ മുർജിയകളാണ്. കാരണം അവരുടെ വാദം എന്താണ്? എന്ത് കുഫറിൻ്റെ വാക്കും പറഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല, ഈമാനിനൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. നമ്മൾ ഉസ്താദ് അറിയാതെ അള്ളാഹു ഒന്നും ചെയ്യില്ല എന്ന കോടിയ കുഫർ പറഞ്ഞവനും അവരുടെ വാക്കിൽ മുസ്ലിമും മുഅ്മിനും മുത്തഖിയൊക്കെയാണ്. കാരണം അയാളുടെ മനസ്സിലെന്താണ് നമുക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലെന്താണെന്ന് ചോദിച്ചോ? ഇല്ല. ഒറ്റ ചോദ്യമാണ്, ആ ജഅൽതനി ലില്ലാഹി നിദ്ദ, നീ എന്നെ അള്ളാഹുവിന് സമനാക്കുകയാണോ? ഖുൽ മാഷാ അല്ലാഹു വഹ്ദ. ആ ദാത്തു അൻവാത്ത് എന്ന മുശ്രിക്കുകൾ വാൾ തൂക്കിയിടുന്ന മരം പോലെ ഒന്ന് ഞങ്ങൾക്ക് ഏർപ്പെടുത്തി തരൂ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മനസ്സിൽ അത് പറഞ്ഞപ്പോൾ എന്താണ് ഉദ്ദേശം? നിങ്ങൾ ശരിക്കും ഉദ്ദേശിച്ചിട്ട് തന്നെ പറഞ്ഞതാണോ എന്ന് ചോദിച്ചോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽതും വല്ലദീ നഫ്സി ബിയദിഹി കമാ ഖാലത് ബനു ഇസ്രായീല ലിമൂസ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. മൂസാ നബിയോട് ബനു ഇസ്രായേൽ പറഞ്ഞതുപോലത്തെ ചോദ്യമാണ്, ചോദിച്ച പോലത്തെ ചോദ്യമാണ് അള്ളാഹുവാണ് നിങ്ങൾ എന്നോട് ചോദിച്ചത്. അവരെന്താ ചോദിച്ചത്? ബിംബത്തിനെ കണ്ടപ്പോൾ ഒരു ഇലാഹിനെ, ഞങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഇലാഹിനെ ഏർപ്പെടുത്തി, അതുപോലത്തെ ചോദ്യമാണ് നിങ്ങൾ എന്നോട് ചോദിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുള്ളവരോട് പറയുകയാണ്. ഹുനൈൻ യുദ്ധത്തിൽ അന്ന് ആ അടുത്ത കാലത്ത് മുസ്ലിങ്ങളായ കുറേ ആളുകളുണ്ടായിരുന്നു. ഇവരിപ്പോൾ ഇങ്ങനെ പറഞ്ഞ് തെറ്റിക്കണോ വിഷമിപ്പിക്കണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചോ? ഇല്ല. തൗഹീദിന് യോജിക്കാത്ത ഒരു അക്ഷരം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വകവെച്ചു കൊടുക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വകവെച്ചു കൊടുക്കുകയില്ല. ആ നബിയുടെ അനുയായികളായ നമ്മളും അങ്ങനെ ആയിരിക്കണം. തൗഹീദിന് കോട്ടം തട്ടുന്നത് കണ്ടാൽ നമുക്ക് പൊള്ളണം, എന്നാലും നമുക്ക് ഈമാനുണ്ടെന്ന് പറയാൻ കഴിയും. തൗഹീദ് എന്ത് ഇവിടെ അട്ടിമറിക്കപ്പെട്ടാലും നമുക്ക് യാതൊരു കുഴപ്പമില്ല, ഒരു കൂസലുമില്ല എങ്കിൽ നിൻ്റെ ഈമാൻ ശരിയായിട്ടില്ല. കാരണം അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഹക്ക് പിച്ച് ചിന്തപ്പെടുന്നത് കാണുമ്പോൾ നിനക്കൊന്നും തോന്നുന്നില്ല. പുതിയ പുതിയ ദർഗകൾ ഉണ്ടാകുന്നു, പുതിയ പുതിയ ശിർക്കിൻ്റെ വാചകങ്ങൾ, കുഫറിൻ്റെ വാക്കുകൾ പ്രചരിപ്പിക്കപ്പെടുന്നു. നിൻ്റെ മനസ്സിലൊരു പ്രയാസവുമില്ലേ എങ്കിൽ ഈമാന് കാര്യമായ തകരാറുണ്ട്. ശിർക്ക് കേൾക്കുമ്പോൾ നമുക്ക് പ്രയാസമുണ്ടാകണം, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകണം, നമ്മുടെ മനസ്സ് വേദന തോന്നണം. അള്ളാഹുവിനോടുള്ള ഹക്കാണ് ഈ അടിച്ചമർത്തപ്പെടുന്നത്. നമ്മുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നു. അഹ്ലുസുന്നത്തിൻ്റെ പണ്ഡിതന്മാർ അങ്ങനെയായിരുന്നു. ശിർക്ക് കണ്ടാൽ കണ്ണുനീരൊലിപ്പിക്കുന്നവരായിരുന്നു അവർ. ദർഗകൾ, ആളുകൾ അവിടെ ചെല്ലുന്നതും ഖബറാളികളെ വിളിച്ചു തേടുന്നതും അതിന് സുജൂദ് ചെയ്യുന്നതൊക്കെ കണ്ട് കരഞ്ഞ് അവരുടെ കണ്ണുനീരൊലിപ്പിച്ച പണ്ഡിതന്മാരാണ് നമ്മുടെ മുൻഗാമികൾ. തൗഹീദ് ശരിക്കും മനസ്സിലാക്കിയ ആളുകളുടെ സ്വഭാവം അങ്ങനെ ആയിരിക്കണം. അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഹക്കാണത്. ഇവിടെ നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞു ഖുർആനിൽ ആദ്യത്തെ മുസ്ഹഫ് എടുത്ത് നോക്കിയ ആദ്യത്തെ കൽപ്പന ഏതാണ്? ഏത് വാക്കാണ്? ഉഅ്ബുദു എന്ന വാക്കാണ്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദു. എങ്കിൽ ഖുർആനിൽ മുസ്ഹഫ് നമ്മൾ തുറന്നാൽ ആദ്യത്തെ നഹി, ആദ്യത്തെ വിലക്കിത ഈ വാക്കാണ്. ഈ ആയത്തിൽ ഈ വാക്ക് എന്ത്? ഫലാ തജ്അലു ലില്ലാഹി അൻദാദ, അള്ളാഹു നിങ്ങൾ സമന്മാരെ ഉണ്ടാക്കരുത്. മുസ്ഹഫിൽ ആദ്യത്തെ കൽപ്പന അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ. മുസ്ഹഫിൽ ആദ്യത്തെ വിലക്ക് അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത് എന്നതാണ്. അതാണ് ഇസ്ലാമിൻ്റെ അടിത്തറ. അതില്ലാതെ ഇസ്ലാമില്ല. തൗഹീദില്ലാതെ ഇസ്ലാമില്ല.
തൗഹീദില്ലാതെ ഇസ്ലാമിക സമൂഹവുമില്ല. അതുകൊണ്ട് തൗഹീദ് നേരെയാക്കാതെ ഒരു ഇസ്ലാമിക സമൂഹത്തെ ശക്തിപ്പെടുത്താൻ ആരെങ്കിലും ഉദ്ദേശിച്ചാൽ അവൻ്റെ പ്രയത്നം ഫലമില്ലാത്തതാണ്. തൗഹീദൊന്നും നന്നാക്കാൻ പരിശ്രമിക്കുന്നില്ല. ബാക്കി മുസ്ലിമീങ്ങളെ നിങ്ങൾ ഗവൺമെൻറ് ജോലി നേടാൻ, പിന്നെ നിങ്ങൾ ഇപ്പം പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങണം, മതപണ്ഡിതന്മാർ ഇക്കാര്യം ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ വേറെന്തെങ്കിലുമൊക്കെ ചെയ്യണം സമൂഹത്തെ ശക്തിപ്പെടുത്താൻ. ശരി, ഇതൊക്കെ ഫലപ്പെടണോ? നിങ്ങൾ ഈ പ്രയത്നിക്കുന്ന ഏത് പ്രയത്നവും ഫലമില്ലാത്തതായി പോവും ഉമ്മത്തിന് തൗഹീദില്ല എങ്കിൽ. തൗഹീദ് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവുകയില്ല, റബ്ബിൻ്റെ സഹായം ഉണ്ടാവും. തൗഹീദിന് വേണ്ടി നീ പണിയെടുത്തോ, ബാക്കിയൊക്കെ പിന്നാലെ വരും. അള്ളാഹു അധികാരം തരും, സ്വാധീനം തരും. അള്ളാഹു മറ്റുള്ളവർക്ക് ഉമ്മത്തിനെക്കുറിച്ച് പേടിയിട്ട് കൊടുക്കും. എന്തുണ്ട് എങ്കിൽ? തൗഹീദുണ്ട് എങ്കിൽ. അതുകൊണ്ട് മുസ്ലിമീങ്ങളോട് ഉമ്മത്തിനോട് സ്നേഹമുണ്ടോ? ഒരുപാട് ആളുകളുണ്ട് ഈ ഉമ്മത്തിനോട് സ്നേഹമുള്ള ആളുകളാണവർ, പക്ഷെ വിവരമില്ല. അതുകൊണ്ട് എന്തൊക്കെയോ പരിഹാരങ്ങളാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്. നമുക്ക് അങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം, അതിന് സംഘടന ഉണ്ടാക്കണം, ഇതിന് ഒരു കൂട്ടായ്മ ഉണ്ടാക്കണം, എന്നിട്ട് നമ്മൾക്ക് കൂടിച്ചേർന്ന് ഇങ്ങനെ കാര്യം ചെയ്യണം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഈ പ്രയത്നം അത് ഫലപ്പെടണോ? തൗഹീദിന് വേണ്ടി നിങ്ങൾ പണിയെടുക്കണം. അതൊന്നും പറയേണ്ട ഖബറുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനും അല്ലാത്തവരോട് വിളിച്ച് തേടുന്നവനും ഔലിയാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനും ചരട് കെട്ടുന്നവനും ഉറുക്ക് വേലസ് ഇതൊക്കെ കഴുത്തിലും അരയിലും ഒക്കെ കൊണ്ടു നടക്കുന്നവനും അവനൊക്കെ അതുമായി പോയിക്കോട്ടെ, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിൽ ഉമ്മത്തിനെ ശക്തിപ്പെടുത്തിയാൽ മതി എന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അത് വിഡ്ഢിത്തമാണ്. ഉമ്മത്തിന് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവുകയില്ല. തൗഹീദ് പഠിപ്പിക്കുക ശരിയാണ്, എന്നിട്ട് നിങ്ങൾ ബാക്കി പണിയെടുത്തോളൂ, അള്ളാഹു ഫലം ചെയ്യും. ഉമ്മത്തിന് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തോളൂ, നല്ല കാര്യമാണ്. തൗഹീദിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ തൗഹീദിലായി ജീവിപ്പിക്കുകയും തൗഹീദിലായി മരിപ്പിക്കുകയും സാലിഹ്യങ്ങളുടെ കൂടെ പരലോകത്ത് ചേർത്ത് തരികയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു അലം. സല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.